ഭാവഗായകൻ പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. അമല ആശുപത്രിയിൽ നിന്ന് മൃതദേഹം തൃശൂർ പൂങ്കുന്നത്തെ വസതിയിലും തുടർന്ന് സംഗീത നാടക അക്കാദമിയിലും പൊതുദർശനത്തിലെത്തിച്ചു. നൂറുകണക്കിന് പേരാണ് പ്രിയപ്പെട്ട പാട്ടുകാരനെ അവസാനമായി കാണാനെത്തിയത്. പാടിയ പാട്ടുകൾ അത്രയും അനശ്വരമാക്കി മടങ്ങുകയാണ് ഭാവഗായകൻ. പ്രിയപ്പെട്ട പാട്ടുകാരനെ ഒരു നോക്കു കാണാൻ തൃശൂർ പൂങ്കുന്നത്തെ വസതിയിലേക്കും സംഗീത നാടക അക്കാദമിയിലേക്കും നൂറുകണക്കിന് പേരാണ് എത്തിയത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സുഹൃത്തുക്കളും നാട്ടുകാരും പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സഹോദര തുല്യമായ ബന്ധമായിരുന്നു പി ജയചന്ദ്രനുമായി ഉണ്ടായിരുന്നതെന്ന് ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി. ചലച്ചിത്രത്തിലുള്ള ബന്ധമല്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അഗാധമാണ്. രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ്. പരിചയപ്പെട്ട കാലം മുതൽ 66 മുതൽ 58 കൊല്ലത്തെ സാഹോദര്യമാണ്. പാട്ടിന്റെ പാലാഴി തീർത്ത ഗായകനാണ് വിടവാങ്ങിയതെന്ന് ജയരാജ് വാര്യർ. പി ജയചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാട്ടിൻ്റെ നിലാവാണ്. ജീവിതത്തിൽ നാം ഇന്നേ വരെ കേട്ടിട്ടുള്ള മലയാള ഗാനങ്ങളിൽ ഏറ്റവും ഭാവാത്മകമായി പാടുന്ന ഭാവഗായകനാണ് ജയേട്ടൻ. പാട്ടിലെ നിലാവിൻ്റെ കുളിരുണ്ട്, ആ നിലാവിൻ്റെ സുഗന്ധമുണ്ട്. സൈഗാളിനെ പോലെ പി ജയചന്ദ്രന്റെ ഗാനങ്ങളും മനസ്സിൽ പ്രതിഫലിക്കുമെന്ന് എം കെ സാനു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഓരോന്നും ഓരോ രീതിയിലാണ് ഹൃദയത്തെ സ്പർശിക്കുന്നത്. അദ്ദേഹം ഒരു ഗാനത്തിൽ പറയുന്നത് പോലെ ഏകാന്തപഥിയൻ. അദ്ദേഹം സംഗീത ലോകത്തെ ഏകാന്തപഥിയനായിരുന്നു. ജയചന്ദ്രനുമായി സഹോദര ബന്ധമാണുള്ളതെന്ന് കലാമണ്ഡലം ഗോപി അനുസ്മരിച്ചു. എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹമാണ്. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമാണ്. അപ്പോൾ ഞങ്ങൾ ഒരാൾ സംഗീതം ആണ്, പാട്ടുകാരനാണ്, ഒരാൾ വേഷക്കാരനാണ്, കഥകളി വേഷം. എങ്കിലും ശരി, ഞങ്ങൾ അങ്ങേറ്റവും അടുപ്പായിട്ടാണ്. ഇതിഹാസ ശബ്ദത്താൽ അനുഗ്രഹീതനായിരുന്നു പി ജയചന്ദ്രനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ജയചന്ദ്രന് പകരം മറ്റൊരു ജയചന്ദ്രനില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ മാത്രമാണ്. സുഹൃത്ത് എന്നൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷേ ഇതിലൂടെ വല്ലാത്തൊരു സൗഹൃദം നമ്മൾ തമ്മിലുണ്ടായിരുന്നു. ആ ഒരു സൗഹൃദമാണ് എനിക്ക് പകർന്നു തന്ന, സ്നേഹം പകർന്നു തന്ന ഒരു വലിയ സഹോദരൻ്റെ നിര്യാണമാണ്. മലയാള ഗാനശാഖയെ സമ്പന്നമാക്കിയ ജയചന്ദ്രന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ അനുസ്മരിച്ചു. തലമുറകൾ മാറിയെങ്കിലും ജയചന്ദ്രൻ്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസവുമില്ല. മലയാളികൾ എവിടെയിരുന്നും ആസ്വദിച്ചിരുന്ന ആ നാദം ഇനിയില്ല എന്നുള്ളത് നമുക്കൊരു വലിയ നഷ്ടമാണ്. ജയചന്ദ്രൻ പാട്ടുകളിലൂടെ ജീവിക്കുമെന്ന് മന്ത്രി കെ രാജൻ. മലയാളിയുടെ ചുണ്ടുകളിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ എപ്പോഴും തത്തിക്കളിക്കുന്ന എത്രയോ ഗാനങ്ങൾ, അതിൻ്റെ ശബ്ദമാധുര്യം കൊണ്ട് ജേട്ടൻ മരിക്കാതെ ലോകമുള്ളിടത്തോളം കാലം മലയാളിയുടെ ദിനചര്യകളിലൂടെ ജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നഷ്ടമായത് ഏറ്റവും അടുപ്പമുള്ളയാളെയെന്ന് വി എസ് സുനിൽകുമാർ. നമുക്കെല്ലാം അങ്ങേയറ്റം ദുഃഖമുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ജേട്ടൻ മരിച്ചു പോയാലും അദ്ദേഹത്തിൻ്റെ പാട്ടും ശബ്ദവും നമുക്ക് ഇനിയും കേൾക്കാൻ പറ്റും. നമ്മുടെ കാറുകളിൽ ഇരുന്നിട്ടും നമ്മുടെ വീട്ടിലിരുന്നിട്ടും പൊതുപരിപാടികളിലും രാവിലെയും രാത്രിയും ഉച്ചയ്ക്കൊക്കെയുള്ള റേഡിയോ പരിപാടികളൊക്കെ ഇനിയും ജേട്ടൻ്റെ പാട്ടുകൾ കേൾക്കാൻ കഴിയുമെന്നുള്ളൊരു ആശ്വാസമാണ് നിങ്ങളെപ്പോലെ തന്നെ എനിക്കുള്ളത്. ജേട്ടൻ്റെ വേർപാടിൽ അങ്ങേയറ്റത്തെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാവഗായകനെയാണ് നഷ്ടമായതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. യേശുദാസിൻ്റെ കാലത്ത് വളരെ ശക്തമത്തായ രീതിയിൽ സാന്നിധ്യം അറിയിക്കുകയും കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനായി ഭാവഗായകൻ എന്ന രീതിയിൽ പേര് നേടിയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള പിന്നണി ഗായകനാണ്, സംവിധായകനാണ് നമുക്ക് യഥാർത്ഥത്തിൽ നഷ്ടമായിട്ടുള്ളത്. അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. തലമുറകളെ മലയാളത്തോടടുപ്പിച്ച പ്രതിഭയായിരുന്നു ജയചന്ദ്രനെന്ന് വി കെ ശ്രീകണ്ഠൻ MP. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ മലയാള സിനിമയോട് ഏറ്റവും അടുപ്പിച്ച, മലയാള ഭാഷയോട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ച ഒരു മഹാഗായകനായിരുന്നു ശ്രീ ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ നഷ്ടം മലയാള സിനിമാ ലോകത്തിന് മാത്രമല്ല എല്ലാ മലയാളികൾക്കും, ലോകമെങ്ങുമുള്ള മലയാളികൾക്കും തീരാ നഷ്ടമാണ്. അവരുടെ കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു.
മേളവും സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോയ കലാകാരനെയാണ് നഷ്ടമായതെന്ന് പെരുവനം കുട്ടന്മാരാർ. ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും അദ്ദേഹം കുടികൊള്ളുകയാണ്. അതേപോലെ തന്നെ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. മേളം സംഗീതം ഒക്കെ ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് മേളത്തിനോടും ചെണ്ടയോടും പ്രതിപത്തി വളരെ കൂടുതലായിരുന്നു. എല്ലാവരും എന്നാൽ അദ്ദേഹത്തെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് ഇതിപ്പോൾ ഇവിടെ കാണുന്നത്. പാടിപ്പതിഞ്ഞ അനേകം പാട്ടുകളിലൂടെ ആ സ്വരമാധുര്യം മാത്രം കേട്ടനുഭവിച്ചവരും പി ജയചന്ദ്രനെ കാണാനെത്തി. അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വിസ്മയം തീർത്ത ശബ്ദസാഗരം ഇനിയില്ല. പ്രിയ ഗായകന് വിട. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.